ഇനിയും വരാത്തവർക്കായി സുബോധാവസ്ഥയുടെ രഹസ്യമറിയുവാനുള്ള സഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഇനിയും വരാത്തവർക്കായി ചികിത്സയില്ലാത്ത ഒരു രോഗത്തെ അഭിമുഖീകരിക്കുവാനുള്ള ശാന്തമായ മനസ്സ് പ്രദാനം ചെയ്യുവാൻ കാത്തിരിക്കുന്നവർ ഇതാ സ്വാഗതം ചെയ്യുന്നു. ഇനിയും വരാത്തവർക്കായി അച്ചടക്കത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പാതയിലേക്ക് സ്വാഗതം. ഇനിയും വരാത്തവർക്കായി കുടുംബത്തിൻ്റെ സഹകരണം ഇതാ ലഭ്യമാകുന്നു എന്നുള്ളത് അറിയിച്ചുകൊണ്ട് സ്വാഗതമോതുന്നു. സംഘാടനത്തിൻ്റെ നൂലാമാലകളില്ലാതെ, സംഘാടനത്തിൻ്റെ കൃത്രിമമായ ചടങ്ങുകളില്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇനിയും വരാത്തവർക്കായി ഇതാ ഒരു രാത്രി നാം ഒന്നിച്ചു ചേരുന്നു. എങ്ങനെയാണ് ഇനിയും വരാത്തവർക്കായി നാം കാത്തിരിക്കേണ്ടത്? ഇനിയും വരാത്തവർക്കായി കാത്തിരിക്കേണ്ടതുണ്ടോ? ഇനിയും വരാത്തവർക്കായി ഏതു തരത്തിലുള്ള സന്ദേശമാണ് നമുക്ക് നൽകേണ്ടത്? ഇനിയും വരാത്തവർക്കായി പ്രതീക്ഷയോടുകൂടെ നാം എന്തിന് കാത്തിരിക്കുന്നു? പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ നാം ഇതാ ഇന്നത്തെ ഒത്തുചേരൽ തുടങ്ങുന്നു. വളരെ സന്തോഷത്തോടുകൂടെ മിഡ്നൈറ്റ് ഗ്രൂപ്പിന്റെ 3ാം വാർഷിക ദിന ആചരണത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു, ആഹ്ലാദം ഞാൻ അറിയിക്കുന്നു. ഞാൻ ധന്യനാണ്. വീണ്ടും നിങ്ങളെ കണ്ടെത്തുവാൻ, വീണ്ടും നിങ്ങളെ മനസ്സിലാക്കുവാൻ, വീണ്ടും നിങ്ങൾക്കൊപ്പം കൂടുവാൻ സാധ്യമായതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് അത്ഭുതകരമായ ഒരു കൂട്ടായ്മയാണ്. അത് ആരംഭിക്കുന്നത് അവനവനോടുള്ള സത്യസന്ധതയിൽ നിന്നാണ്. അവനവനോടുള്ള സത്യസന്ധത വളരെ ലളിതമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിത്തരുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയും വരാത്തവർക്കായി കാത്തിരിക്കുന്നതിലുള്ള പ്രതീക്ഷയിരിക്കുന്നത്. സത്യത്തിൽ ഇനിയും വരാത്തവർക്കായി കാത്തിരിക്കുന്നവരുടെ സുബോധാവസ്ഥ സുദൃഢമാക്കുന്നതിനുള്ള ഏറ്റവും മനോഹരമായ, ഏറ്റവും സുദൃഢമായ ഒരു പാത ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വാർത്ഥമാണ് ഇതിലെ ലക്ഷ്യം. വളരെ സ്വാർത്ഥതയിലും ആർത്തിയിലും കഴിഞ്ഞ ആളുകൾ തങ്ങളുടെ സുബോധാവസ്ഥ നിലനിർത്തുവാൻ ഇനിയും വരാത്തവർക്കായി കാത്തിരിക്കുന്നു. ആശ്വാസത്തിൻ്റെ, ആത്മവിശകലനത്തിൻ്റെ, വസ്തുനിഷ്ഠാപരമായ സമീപനത്തിൻ്റെ, തിരുത്തലുകളുടെ വഴിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നൽകുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് അതുകൊണ്ട് തന്നെ എത്തിയവരെ സന്തോഷിപ്പിക്കുന്നു, എത്താനുള്ളവരുടെ വരവിനെ കാത്തിരിക്കുന്നു. അതിൽ നിന്ന് തന്നെയാണ് സംഘർഷരഹിതമായ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. പലവിധ ചികിത്സകൾ നടത്തി നോക്കി, പലവിധ രീതിയിലൂടെ മദ്യം നിർത്തുവാനുള്ള ശ്രമം നടത്തി നോക്കി, പല രീതിയിൽ നിയന്ത്രിച്ച് കഴിയുവാനുള്ള ശ്രമം നടത്തി നോക്കി. ഈ ചികിത്സ കൊണ്ടോ തന്ത്രങ്ങൾ കൊണ്ടോ ഒന്നും തന്നെയും സുബോധാവസ്ഥയുടെ ആഹ്ലാദകരമായ മുഹൂർത്തം ഉണ്ടാക്കുവാൻ സാധ്യമല്ലാതെ പോയതുകൊണ്ടാണ് ഈ പുതുവഴി സ്വാഗതം ചെയ്യുന്നത്. അനുഭവജ്ഞാനത്തിൻ്റെ, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ, അനുഭവങ്ങളിൽ നിന്നുള്ള പാഠത്തിൻ്റെ, അനുഭവങ്ങളിൽ നിന്നുള്ള തിരുത്തലുകളുടെ, അനുഭവങ്ങളിൽ നിന്നുള്ള നേർമാർഗത്തിൻ്റെ സ്വാഗതഗാനം നാം ആൽക്കഹോളിക്സ് അനോണിമസ് മുഴക്കുന്നത്. ഇതിൽ ഒരു തരത്തിലുള്ള ബലപ്പെടുത്തലുകളില്ല, ഇതിൽ ഒരു തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയില്ല. ഞാൻ ഇതാ മുക്തയായി എന്ന് വീമ്പു പറയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നിൽ ഇതാ ഉണ്ട്, ഈ സാധ്യതയെ നിങ്ങളൊന്ന് ഉപയോഗിച്ചു നോക്കൂ എന്നുള്ളതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് മൗനം പറയുന്നത്. സംഘർഷരഹിതമായിരിക്കുന്ന ഒരു മനസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ.
സംഘർഷരഹിതമായിരിക്കുന്ന ഒരു മനസ്സ് ശുഭാപ്തി വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു മദ്യപാനി, അമിത മദ്യപാനി, അമിത മദ്യാസക്തൻ അശുഭാപ്തി വിശ്വാസത്തിന്റെ ലോകത്താണ്, കടൽ കയങ്ങളിലാണ് വട്ടം കറങ്ങിപ്പോകുന്നത്. എന്നാൽ അശുഭാപ്തി വിശ്വാസത്തിൽ നിന്ന് ശുഭാപ്തി വിശ്വാസത്തിന്റെ ചെറിയ വഴികൾ തുറന്നു കൊടുക്കുന്നതോടുകൂടെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അസാധാരണമായിരിക്കുന്ന വശ്യതയും ഫലപ്രദമായ പ്രയോജനവും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പരാജയങ്ങൾ പലതും അടഞ്ഞു. പരാജയങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാതിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ഈ കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത അഥവാ സുബോധാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ സ്വസ്ഥത ഉറപ്പുവരുത്തുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇതൊരു അമിതമദ്യാസക്തന്റെ വളരെ സ്വാർത്ഥമായ പാതയാണിതെന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ അമിതമദ്യാസക്തിയിൽ നിന്നുള്ള മുക്തി തൻ്റെ തന്നെ മുക്തിയായി മാറുന്നു എന്നുള്ള അത്ഭുതകരമായ ഒരു രാസപ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. എ വെരി റയർ കെമിക്കൽ പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കെമിക്കൽ പ്രോസസ്സിലാണ് അമിതമദ്യാസക്തൻ തൻ്റെ സുബോധാവസ്ഥയുടെ സുദൃഢമായ പടികൾ മെല്ലെ മെല്ലെ മുന്നോട്ട് കയറിക്കൊണ്ട് പോകുകയും ചെയ്യുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാതകയറ്റം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കുന്നിനു മുകളിലേക്കുള്ള യാത്ര, ആശ്വാസത്തിന്റെ പാതയിലൂടെയുള്ള യാത്ര വെളിപ്പെടുത്തുന്നതൊന്നാണ്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന അമിതമദ്യാസക്തരുടെ മുന്നിലേക്ക് ഒരു ലളിതമായ മാർഗമായാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. നിങ്ങൾക്കാവുന്നത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യുക. നിങ്ങൾക്ക് ലളിതമായ കാര്യങ്ങളിൽ നിന്ന് സങ്കീർണമായ കാര്യങ്ങളിലേക്ക് നീങ്ങാവുന്നതാണ്. നിങ്ങളുടെ തുടക്കം അതുകൊണ്ട് തന്നെ പരിശുദ്ധവും ലളിതവുമാകട്ടെ. കൃത്രിമത്വമില്ല, നാട്യങ്ങളില്ല. പ്രത്യക്ഷത്തിൽ വളരെ ആകർഷകമായ മാർഗമായി ആൽക്കഹോളിക്സ് അനോണിമസ് മാറുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വഴിയിൽ ചിലർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അനുഭവജ്ഞാനത്തിന്റെ മഹത്വം. യഥാർത്ഥ പ്രശ്നം ആൽക്കഹോളിസം അല്ല, ആൽക്കഹോൾ വീണ്ടും കുടിക്കുന്നതാണ് കുഴപ്പം എന്നുള്ളത് പറയുന്നു. നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്, ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? അത് അറിയേണ്ടതുണ്ട്. നമ്മുടെ മുന്നിൽ ചില വിഭാഗങ്ങളുണ്ട്. നമ്മുടെ എന്ന് പറയുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാതയിലൂടെ നടന്നു പോകുന്നവരുടെ മുന്നിൽ ചില മാർഗങ്ങളുണ്ട്. ഒന്ന്, എ എന്ത് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അവർ. എയുടെ മാസ്മരികമായ അനുഭവം, അത്ഭുതകരമായ ജീവിതത്തിന്റെ വഴികൾ മനസ്സിലാക്കിയവരാണ് അവർ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രയോജനപരത അനുഭവിച്ചറിഞ്ഞു മന്ദം മന്ദം മുന്നോട്ടേക്ക് പോകുന്നവരാണ് അവർ. സുബോധാവസ്ഥ പൂർണ്ണതയിലെത്തിക്കുന്നത് ഈ ഒരു സഞ്ചാരത്തിലാണ്. വേറെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞവരാണ് കാത്തിരിക്കുന്നത്. ആരെ കാത്തിരിക്കുന്നു? കാത്തിരിക്കുന്നവർ ആകട്ടെ പലതരത്തിൽ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ പതുങ്ങിപ്പോയ, വഴുതി വീണുപോയ പലരെയാണ് കാത്തിരിക്കുന്നത്. കാത്തിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ നാം ആരെ കാത്തിരിക്കുന്നു എന്നുള്ളത് നോക്കുമ്പോൾ അക്കൂട്ടരിൽ പല വിഭാഗങ്ങളുമുണ്ട്. ഒന്ന്, ആൽക്കഹോളിക്സ് അനോണിമസ് എന്തെന്ന് തിരിച്ചറിയാത്തവരാണ് അവർ. നാം കാത്തിരിക്കുന്നത് അവരെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിനെ പുച്ഛത്തോടുകൂടെ, ആൽക്കഹോളിക്സ് അനോണിമസിനെ യാതൊരു തരത്തിലും തിരിച്ചറിയാത്ത ഭാവത്തോടെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വശ്യതയാർന്ന മാർഗം സ്വീകരിക്കാതെ വഴിമാറി നടക്കുന്നവരാണ് ആദ്യത്തെ കൂട്ടർ. അഥവാ എയുടെ മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞവരല്ല അവർ,
അറിഞ്ഞിട്ടില്ല അവർ, അറിയാനുള്ള ആഗ്രഹവുമില്ല അവർ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ കൂട്ടർ എയിൽ വന്നു പോയവരാണ്. എയിൽ വന്നു, പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി. അത് എയുടെ തകരാറല്ല, മറ്റു പല കാരണങ്ങളാൽ അവർ വീണ്ടും പുനർപതനത്തിലേക്ക് വീഴുന്നു, റിലാപ്സ് ആകുന്നു. ആ റിലാപ്സിൽ നിൽക്കുന്നവരാണ് രണ്ടാമത്തെ കൂട്ടർ. ആദ്യത്തെ കൂട്ടർ തീരെ വരാത്തവർ. രണ്ടാമത്തെ കൂട്ടർ വന്ന് തലയെത്തി നോക്കി എന്ന് വീണ്ടും മടങ്ങിപ്പോയിട്ടുള്ളവർ, വരാനോ വരാതിരിക്കാനോ സാധ്യതയുള്ളവർ. ഈ കൂട്ടരിൽ വരാനോ വരാതിരിക്കാനോ സാധ്യതയുള്ളവരുണ്ട് എന്ന് പറയുമ്പോൾ ചിലർ വരാനിടയില്ല എന്ന് നാം നിരൂപിക്കുന്നു, ചിലർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. എയുടെ ഒരു ലളിത പ്രവർത്തകൻ, എയെ ഉൾക്കൊണ്ട, സത്യസന്ധതയോടുകൂടെ ഉൾക്കൊണ്ട ഒരു പ്രവർത്തകൻ വിചാരിക്കുന്നത് വരുമെന്ന് തന്നെയാണ്. കാത്തിരിപ്പിന്റെ നാളിൽ നാം തിരിച്ചറിയുന്നത് എന്നല്ലെങ്കിൽ നാളെ എയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരാത്തവർ മുന്നോട്ടേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണത്? അവിടെയാണ് മന്ത്രം കൊണ്ടോ കൂടോത്രം കൊണ്ടോ സാധ്യമായിട്ടില്ല സുബോധാവസ്ഥ. തന്ത്രം കൊണ്ട് സാധിച്ചിട്ടില്ല, ധനശക്തി കൊണ്ട് സാധിച്ചിട്ടില്ല, തറവാടിത്തം കൊണ്ട് സുബോധാവസ്ഥ ആരംഭിക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല, ബുദ്ധി കൊണ്ട് സുബോധാവസ്ഥ നിലനിർത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഒരു പുതിയ ചികിത്സാ സമ്പ്രദായത്തിന്റെ പ്രൊസീജിയർ, ചികിത്സാ സമ്പ്രദായത്തിന്റെ മാർഗം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ പറയുന്നു, ഇതെല്ലാം പരാജയപ്പെട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിനെ. നിങ്ങളൊന്ന് വന്നു നോക്കൂ, നിങ്ങളൊന്ന് ഞങ്ങളെ കണ്ടു നോക്കൂ, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പാഠങ്ങൾ പഠിക്കാനുണ്ടോ എന്ന് നോക്കൂ. ഇനിയും വരാത്തവർക്കായി കാത്തിരിക്കുന്നവർ ഇതാണ് വളരെ മൗനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയുന്നവര്, കാത്തിരിക്കുന്നവർക്ക് അഹങ്കാരം ലേശവുമില്ല. അഹങ്കാരമുള്ളവർ കാത്തിരിക്കുന്നവരല്ല. അഹങ്കാരമുള്ളവർ, ഞാൻ ഇനി ഒരിക്കലും കുടിക്കുകയില്ല എന്ന് പറയുന്നവർ സത്യത്തിൽ മറ്റുള്ളവരെ കാത്തിരിക്കാനുള്ള മനക്കരുത്ത് നേടാത്തവരാണ്. എന്താണ് അമിതമദ്യാസക്തി എന്ന് തിരിച്ചറിയാത്തവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതുകൊണ്ടാണ് മന്ത്രം കൊണ്ടോ തന്ത്രം കൊണ്ടോ കൂടോത്രം കൊണ്ടോ ശക്തി കൊണ്ടോ സാമ്പത്തിക സമ്പന്നത കൊണ്ടോ രാഷ്ട്രീയ ആഭിമുഖ്യം കൊണ്ടോ ഒന്നും തന്നെയും സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഏറ്റവും ദുഷ്കരമായിരിക്കുന്ന ഒന്നാണ് അമിതമദ്യാസക്തിന്റെ സുബോധാവസ്ഥ എന്ന് തിരിച്ചറിയുന്നവരെയാണ് നാം കാത്തിരിക്കുന്നത്. പലവിധ പരീക്ഷണങ്ങൾ നടത്തി ഈ പരീക്ഷണങ്ങൾക്കൊന്നും തന്നെയും തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് കരുതുന്നവരെയാണ് നാം കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പരീക്ഷണമാകാവുന്നതാണ് എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് അവരോട് മൗനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്, ഒരു പുതിയ പാതയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ളത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന പല ആളുകളും ഏതെല്ലാം തരത്തിലുള്ള ചികിത്സ നടത്തി നോക്കിയിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ചികിത്സ നടത്തി നോക്കിയിട്ടും രക്ഷപ്പെടാതെ പതിഞ്ഞ് പുനർപതനം സംഭവിച്ചവരല്ലേ, തളർന്ന് വീഴുന്നവരല്ലേ നമ്മളിൽ പലരും. ഇവിടെയാണ് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഒരു ചികിത്സയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. നിങ്ങളുടെ രോഗത്തിന് ചികിത്സ നൽകുവാൻ ഒരാൾക്കും സാധിക്കാതെ വന്നപ്പോൾ, നിങ്ങളുടെ രോഗത്തിന് ചികിത്സയായി നൽകിയതൊക്കെയും തന്നെയും ഫലപ്രദമല്ലാതെ വന്നപ്പോൾ, നിങ്ങളുടെ സുബോധാവസ്ഥയെ നിലനിർത്തുവാൻ സാധിക്കുന്ന അത്ഭുത മന്ത്രം ജീവിതത്തിൽ പ്രയോഗിച്ചുകൊണ്ട് കഴിയുന്നവരെയാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളിതാ ഒന്ന് വന്നെത്തി തലയെ നീട്ടി നോക്കൂ. ഇവിടെയാണ് ആരാണ് ആൽക്കഹോളിക് എന്നുള്ളത് പറയേണ്ടുന്നത്. എപ്പോഴെങ്കിലും കുടിച്ച ഒരാൾ ആൽക്കഹോളിക് അല്ല എന്നുള്ളത് നമുക്കറിയാം. അവർ സാമൂഹിക മദ്യപാനികളാണ്. തൽക്കാലത്തേക്ക് ആഹ്ലാദത്തിന് വേണ്ടി കുടിക്കുന്നവർ അമിതമദ്യാസക്തരല്ല.
അമിത മദ്യാസക്തർ മനസ്സുകൊണ്ട് പലവട്ടം തന്റെ മദ്യാസക്തിയെ നിർത്തുകയും നിർത്താൻ ശ്രമിക്കുകയും വീണ്ടും പുനർപതനം നടന്നുപോയി എന്നുള്ളവരുമാണ്. ഈ പുനർപതനത്തെയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുനർപതനത്തിൽ നിന്നുള്ള, റിലാപ്സിൽ നിന്നുള്ള മുക്തിയുടെ സാധ്യത ഇതാ മുന്നിലുണ്ട് എന്ന് പറയുന്നത്. അമിത മദ്യാസക്തൻ മദ്യം നിർത്താത്ത ആളല്ല, പലവട്ടം നിർത്തുന്ന ആളാണ്. പലവട്ടം നിർത്തുന്നത് എളുപ്പമാണ് എന്ന് കരുതുന്ന ആളുമാണ്. പക്ഷേ നിർത്തിയ അമിത മദ്യാസക്തി സുബോധാവസ്ഥയുടെ മനോഹാരിത കൊണ്ട് നിലനിർത്തുന്നവരാണ് അമിത മദ്യാസക്തർ എന്നുള്ളത് തന്നെയാണ് സത്യം. എയിലെത്തുന്നവർ അമിത മദ്യാസക്തർ അല്ലാതാകുന്നില്ല. എയിലെത്തുന്നവർ അമിത മദ്യാസക്തരാണ് എന്നുള്ള വസ്തുത തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അത് കൂടുതലായി അറിയുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഞാൻ ഏത് കാലത്തും കുടിക്കുവാൻ സാധ്യതയുള്ള, വീണ്ടും കുടിക്കുവാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഫലപ്രദമായ ഒരു ഇടപെടലായിട്ട് മാറുന്നത്. റിലാപ്സിനെ കുറിച്ചിട്ടുള്ള പല തെറ്റിദ്ധാരണകളുണ്ട്. ഇനിയും വരാത്തവർക്ക് മുന്നിൽ നാം നിരത്തിക്കൊടുക്കുന്നു അതിനെ കുറിച്ച് വിശദീകരിക്കുന്നു എന്നുള്ളത്. ഒന്ന്, മനസ്സുകൊണ്ട് വിചാരിച്ചാലേ റിലാപ്സ് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ദുർബലമായ മനസ്സ്, കീഴ്പ്പെട്ട് മനസ്സ്, സറണ്ടർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു മനസ്സാണ് രോഗത്തിന്റെ ലക്ഷണം. ഈ അനിയന്ത്രിതമായ അമിതാസക്തിയെ നിയന്ത്രിക്കാനാകാത്ത തരത്തിലുള്ള ഒരു ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ, ഒരു ആൽക്കഹോളിക്കിന്റെ, അമിത മദ്യാസക്തന്റെ ലക്ഷണം. അയാൾ മനസ്സുകൊണ്ട് പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും അയാൾ മദ്യത്തിലേക്ക് തന്നെ നടന്നു പോകുന്നു എന്നുള്ളത്. ഞാൻ ഈ നിരത്തുന്ന തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നവരായാണ് നാം കാത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അമിത മദ്യാസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി സുഹൃത്തെ, നിങ്ങളെ ഞങ്ങൾ വീണ്ടും കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ദുരന്തങ്ങൾ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇനിയും വരാത്തത് നമ്മുടെ കൂടെ എന്ന് കരുതുന്നവരുമുണ്ട്. ദുരന്തങ്ങൾ ആപേക്ഷികമാണ്. അമിത മദ്യാസക്തി കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പലതും പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാണ്. ദുർമരണങ്ങൾ അഭിമുഖീകരിച്ചു എന്ന് വിചാരിക്കുക. ദുർമരണങ്ങൾ അഭിമുഖീകരിക്കാത്ത ഒരാളിന്റെ വേദനയും ചെറുതൊന്നുമല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങൾ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, ദുരന്തങ്ങൾ ഇനിയും വരട്ടെ എന്നിട്ടാകാം എൻ്റെ മുക്തി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളിതാ നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾക്ക് ഏതു സമയത്തും സ്വാഗതം. ദുരന്തങ്ങൾ രക്ഷയില്ലാത്ത തരത്തിൽ ജീവിതത്തെ താറുമാറാക്കി എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴിയുണ്ട്. നിങ്ങൾക്ക് സുബോധാവസ്ഥയുടെ പാതയിലേക്കുള്ള സഞ്ചാരം സുസാധ്യമാണ് എന്ന് പറയുന്നു. ചിലപ്പോൾ പറയാറുണ്ട്, മതബോധമില്ലാത്തത് കൊണ്ടാണ് വന്നെത്താത്തത് ഈ രക്ഷാമാർഗത്തിലേക്ക് എന്നുള്ളത്. മതബോധമല്ല ചികിത്സയുടെ അടിത്തറ. ചികിത്സയുടെ അടിത്തറ, ചികിത്സ അസാധ്യമായിടത്ത് ചികിത്സയിൽ നിന്നുള്ള ഒരു പുതിയ ഉണർച്ച ഉണ്ടാക്കുവാൻ ഈ കൂട്ടായ്മക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ചികിത്സകൾ ഔപചാരികങ്ങളാണ് പലതും. ചികിത്സകൾ ശാസ്ത്രശാഖയുടേതൊക്കെയും സഹായത്തോടു കൂടി തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ചികിത്സ ദുർബലമായി നിന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉള്ള ഒരു രോഗമാണ് ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് മതബോധമില്ലാത്ത, വിശ്വാസിയല്ലാത്ത ഒരാളിനെ എയിലേക്ക് വഴിയില്ല എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എ ആർക്കും കാത്തിരിക്കുന്നു എന്നുള്ളതാണുള്ളത്. ഇനിയും വരാത്തവരോട് പറയുന്നത്, നിങ്ങളുടെ മതബോധമോ നിങ്ങളുടെ വിശ്വാസമോ നിങ്ങളുടെ രാഷ്ട്രീയ ആദർശങ്ങളോ നിങ്ങളുടെ സാമ്പത്തികാവസ്ഥയോ അല്ല എയിലേക്കുള്ള അംഗത്വ ഫീസ്. അംഗത്വ ഫീസ് നിങ്ങളുടെ ആത്മവിശകലനത്തിൽ നിന്നുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് നിങ്ങൾക്ക് ഉണർച്ചയുണ്ടാകുന്നത്. ആത്മീയമായ ഉണർച്ചയാണ് നിങ്ങളുടെ മാറ്റത്തിന്റെ അടിത്തറ. നന്മയിൽ മുഴുകത്തത് കൊണ്ടാണ് നിങ്ങൾ
തിന്മയിൽ മുങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ എയിലേക്ക് വരാത്തത് എന്നുള്ളതും തെറ്റിദ്ധാരണയാണ്. നന്മതിന്മകൾ തീരുമാനിക്കുന്നത് നമ്മുടെ സദാചാര ബോധങ്ങളാണ്. ആൽക്കഹോളിസത്തെ സംബന്ധിച്ചിടത്തോളം സദാചാരം തന്നെ എടുത്തു മാറ്റപ്പെടുകയും പലവിധത്തിലുള്ള ദുരാചാരങ്ങളിലേക്ക് വഴുതി വീഴുകയും ആഗ്രഹിക്കാത്ത ദുരാചാരങ്ങൾ ജീവിതത്തെ താറുമാറാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അത് നാം പറയുന്നത്. നന്മയിലുള്ള ബോധമല്ല, മറിച്ച് ദുർബലതയിലുള്ള ഓർമ്മയാണ്, ദുർബലതയിലുള്ള തിരിച്ചറിവാണ് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് ഇനിയും വരാത്തവരോട് നമുക്ക് പറയുവാനുള്ളത്. ചികിത്സയുടെ തകരാറ് കൊണ്ടാണ് ചികിത്സയുടെ തകരാറ് കൊണ്ടാണ് സുബോധാവസ്ഥ സാധ്യമാകാത്തത് എന്ന് കരുതുന്നവരുമുണ്ട്. ചികിത്സയും സുബോധാവസ്ഥയും ഈ നിത്യരോഗത്തിന് മുന്നിൽ അടിപതറി കിടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് ചികിത്സയുടെ തകരാറല്ല, ചികിത്സയുടെ പരിമിതിയെയാണ്. ചികിത്സയെക്കുറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങൾ ഒരു കാലത്തും പഴിചാരുന്നില്ല. ചിലർക്ക് ചികിത്സ ഒരുപക്ഷെ പിടിച്ചു നിൽക്കുവാൻ സഹായിച്ചേക്കും. പിടിച്ചു നിൽക്കുവാൻ സഹായിക്കുന്നത് എഴുന്നേറ്റ് നിൽക്കുന്ന വീണവന്റെ എഴുന്നേറ്റ് നിൽക്കലാണ്, വീണവരുടെ എഴുന്നേറ്റ് നിൽക്കലാണ്. ആ വീണവരെ അല്പാൽപമായി മന്ദമായി നടത്തുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം. അതാണ് ഇനിയും വരാത്തവരോട് പറയാനുള്ളത്. നിങ്ങളൊരു പതനത്തിലാണ്, നിങ്ങളൊരു ഗർത്തത്തിലാണ്, നിങ്ങളൊരു ചതിക്കുഴിയിലാണ്, നിങ്ങളൊരു വട്ടക്കയത്തിലാണ്. ആ വട്ടക്കയത്തിൽ കിടന്ന് കറങ്ങുന്ന നിങ്ങൾക്ക് മെല്ലെ തലയുയർത്തി ആകാശം നോക്കാൻ, ആകാശത്തിന്റെ ഇരുട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശം കാണാനുള്ള സാധ്യതയുണ്ട്. ആ നക്ഷത്ര പ്രകാശങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിന്റെ വെളിച്ചമാണ്. നക്ഷത്രപ്രകാശം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മത്യാഗത്തിൻ്റെതല്ല, മറിച്ച് ആത്മ കണ്ടെത്തലിൻ്റെതാണ്, സ്വയംബോധത്തിൻ്റെതാണ് എന്നർത്ഥം. ഒരു ലഹരി പദാർത്ഥം അതിൻ്റെ ശക്തി കൊണ്ടാണ് കീഴ്പ്പെടുത്തുന്നത് എന്നുള്ളതും കരുതേണ്ടതില്ല. പലരും വിചാരിക്കാറുണ്ട് ബിയർ മാത്രം കഴിക്കുന്നവർ ആൽക്കഹോളിക് അല്ല, കള്ളു കുടിക്കുന്നവർ മാത്രം, അല്ലെങ്കിൽ ഫെനിയോ വോൾഗയോ ഒക്കെയും കഴിക്കുന്നവരൊന്നും തന്നെയും ആൽക്കഹോളിക് അല്ല എന്നുള്ളത്. ആൽക്കഹോളിസത്തെ തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള ബ്രാൻഡ്, ഏത് തരത്തിലുള്ള മദ്യം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ ബിയറാണെങ്കിൽ പോലും കുടിച്ചുകൊണ്ടേയിരിക്കുകയും കുടിയുടെ പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പല തലങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഏതൊക്കെല്ലാം തലങ്ങളിൽ? ഒന്ന്, വൈയക്തികമായ തലങ്ങളിൽ, മാനസികമായ തലങ്ങളിൽ, വ്യവഹാരപരമായ പെരുമാറ്റപരമായ മേഖലകളിൽ, സാമൂഹിക ജീവിതത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ, നിങ്ങളുടെ മാന്യതയിൽ, നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിൽ തകർച്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെയാണ് മദ്യത്തിന്റെ ബ്രാൻഡ്, ഏത് മദ്യമാണ് കഴിക്കുന്നത് എന്നുള്ളതല്ല ആൽക്കഹോളിസത്തിന്റെ അമിത മദ്യാസക്തിയുടെ ലക്ഷ്യം എത്തിച്ചേരുന്നതിന് കാരണമായി തീരുന്നത്. ബിയർ കഴിക്കുന്നവര് അല്ലെങ്കിൽ കള്ള് കുടിക്കുന്നവര് അവരുടെ ജീവിതത്തെ താറുമാറാക്കിയ ഒരു സാമൂഹികാവസ്ഥയും ഒരു മാനസികാവസ്ഥയും കാണുന്നുണ്ടെങ്കിൽ, ഇതാ നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു, ഇനിയും വരാത്തവർക്കായി ഇതാ ഒരു കൊച്ചുമുറി വാതിൽ തുറന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. റിലാപ്സ് വരെ ഒന്നും പേടിക്കേണ്ടതില്ല എന്നും ആൽക്കഹോളിക്സ് അനോണിമസ് കരുതുന്നില്ല. റിലാപ്സ് ആകുന്നതാണ് പേടിക്കേണ്ടത് എന്നല്ല. റിലാപ്സ്, പുനർപതനം ഉണ്ടായിക്കഴിഞ്ഞാലാണ് വിഷമങ്ങൾ എന്നുള്ളതല്ല. റിലാപ്സ് താൻ കൊണ്ടു നടക്കുന്ന, സുബോധാവസ്ഥയിലുള്ള പുനർപതനം താൻ കൊണ്ടു നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഇനിയും വരാത്തവരോട് നമ്മൾ പറയുന്നത് ഇതാ പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട് എന്നുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസ് അതുകൊണ്ട് റിലാപ്സിനെ കുറിച്ചിട്ടുള്ള, പുനർപതനത്തെ കുറിച്ചിട്ടുള്ള
തെറ്റിദ്ധാരണകൾ അറ്റുവാനുള്ള മാർഗവുമായാണ് ഒരു പുതുമക്കാരനെ കാത്തിരിക്കുന്നത്, ഒരു പുതുമക്കാരിയെ കാത്തിരിക്കുന്നത്. പൂർണ്ണമുക്തിയുടെ അസാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്, നിങ്ങൾക്ക് പടിപടിയായി മുക്തിയിലുള്ള മാർഗം, പുനർപതനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു മാർഗം മുന്നിലുണ്ട് എന്നുള്ളത്. ഇത് ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഘർഷത്തെക്കുറിച്ച് അറിയുന്ന ആളിന് മനസ്സിലാക്കും. മദ്യപിക്കാത്തവർക്കോ എപ്പോഴെങ്കിലും മദ്യപിക്കുന്നവർക്കോ അമിതമദ്യാസക്തരുടെ തീവ്രമായ ആർത്തിയും തീവ്രമായിരിക്കുന്ന മദ്യത്തോടുള്ള ആസക്തിയും മനസ്സിലാവുകയില്ല. മദ്യത്തോടുള്ള ആസക്തിയെ തിരിച്ചറിയുന്നവർക്കാണ്, മദ്യത്തിന്റെ ആസക്തിയിൽ എന്തെല്ലാം തരത്തിലുള്ള വഴികളിൽ എത്തിച്ചേരുന്നു എന്ന് തിരിച്ചറിയുന്നവർക്കാണ് ആൽക്കഹോളിസം ഒരു പിടികിട്ടാത്ത രോഗമായി മാറുന്നത്. ഇത് ലളിതമാണ്. മദ്യം നിർത്തുമ്പോൾ ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് പുറത്തേക്ക് വരുന്നു. ഈ ഡ്രൈ ഡ്രങ്ക് സിംറ്റംസിനെ കുറിച്ച് നിരീക്ഷിക്കുവാനാണ് ഇനിയും വരാത്തവരോട് പറയുന്നത്. പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങൾ അല്ല ഇവിടുത്തത് പറയുന്നത്. അത് കുടിക്കുന്നത് നിർത്തുമ്പോഴുണ്ടാകുന്നതാണെങ്കിൽ കുടി നിർത്തിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നതാണ് ഈ അസ്വസ്ഥതകൾ, ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് എന്ന് പറയുന്നത്. വിഡ്രോവൽ സിംറ്റംസ് അല്ല അമിതമദ്യാസക്തരുടെ ഭീഷണി. അവർക്ക് മുന്നിലുള്ള ഭീഷണി പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങളല്ല, വിഡ്രോവൽ സിംറ്റംസ് അല്ല, മറിച്ച് ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് ആണ്. ഡ്രൈ ഡ്രങ്ക് സിംറ്റംസിനെ അഥവാ വീണ്ടും മദ്യപിക്കുവാനുള്ള മോഹം വേഷം മാറി വരുന്നതിന് അറിയിപ്പ് നൽകുന്നത് കൊണ്ടാണ് ഇനിയും വരാത്തവരോട് പറയുന്നത്, നിങ്ങളെ പിന്തുടരുന്ന ഡ്രൈ ഡ്രങ്ക് സിംറ്റത്തെ കുറിച്ച്, അപായ സൂചനകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ സഹചാരികളുടെ, നിങ്ങളുടെ കൂടെ ജീവിച്ച, നിങ്ങളുടെ കൂടെ മദ്യപിച്ച ആളുകളിൽ ചിലരിതാ സുബോധാവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ള അറിയിപ്പ് നൽകുന്നത്. ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ലളിതമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്മാറ്റ അസ്വാസ്ഥ്യത്തെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാണ് ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് എന്നുള്ളത്, അഥവാ അപായ സൂചനകൾ നൽകുന്നു എന്നുള്ളത്. മദ്യപിക്കുന്നു, നിർത്തുന്നു, ഒരു തുള്ളി മദ്യം അകത്തേക്ക് ചെല്ലുന്നിട്ടില്ല, പക്ഷേ മദ്യപിച്ചവരെക്കാൾ ഏറെ ഉള്ളിൽ അസ്വാസ്ഥ്യത്തോടുകൂടി പെരുമാറുകയും ആ പെരുമാറ്റങ്ങളിൽ നിന്ന് ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയും ഇല്ലല്ലോ എന്നുള്ള മട്ടിൽ എപ്പോഴെങ്കിലും കുടിച്ചാൽ എന്ത് എന്നുള്ളൊരു തോന്നലൊക്കെയും ഉണ്ടാക്കുന്നതാണ് ഈ അപായ സൂചനകളുടെ വെളിപ്പെടുത്തൽ നടത്തുന്നത്. കുടി നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അഹന്തയുണ്ട്. ഈ അഹന്ത എപ്പോഴും അമിതമദ്യാസക്തരുടെ വേട്ടനായാണ്, കൊണ്ടു നടക്കുന്ന വേട്ടനായ്ക്കളിൽപ്പെട്ടതാണ് അഹന്ത എന്ന് പറയുന്നത്. ഏതാനും ദിവസങ്ങൾ കുടി നിർത്തിക്കഴിഞ്ഞാൽ, 6-7 മാസം കുടി നിർത്തിക്കഴിഞ്ഞാൽ, ഇനി 1-2 വർഷം കുടി നിർത്തിക്കഴിഞ്ഞാൽ, ഇനി എനിക്ക് അല്പമായി നിയന്ത്രിച്ച് കുടിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് ആണ് ഈ അപായ സൂചനകൾ ആരംഭമുണ്ടാകുന്നത്. അല്പം കുടിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള വിചാരം അമിതമദ്യാസക്തർ വെച്ചു പുലർത്തുമ്പോഴാണ് അവരുടെ പുനർപതനത്തിന്റെ പടികൾ കയറാൻ തുടങ്ങുകയും ചെയ്യുന്നത് എന്നർത്ഥം. ആന്തരിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്, അത് തിരിച്ചറിയണം. ഈ ആന്തരിക സംഘർഷം, ഈ എന്റെ പെരുമാറ്റത്തിൽ വെളിപ്പെടുത്തപ്പെടുന്ന അപായ സൂചനകൾ വീണ്ടും മദ്യപിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ലക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് വിജയിക്കുകയും ഇനിയും വരാത്തവരോട് പറയുന്നത് ഇതാ വിജയത്തിന്റെ സാധ്യത എന്ന് പറയുകയും ചെയ്യുന്നതുള്ളത്. ഒരു അസാധാരണമായ തരത്തിലുള്ള വ്യവഹാരപരമായ മാറ്റം അതിന്റെ അംഗങ്ങളിൽ അതിനെ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അസാധാരണമായ തരത്തിലുള്ള ഒരു വ്യവഹാരപരമായ മാറ്റം. ആ വ്യവഹാരപരമായ മാറ്റം നിങ്ങൾ അറിയണമെങ്കിൽ ഇതാ പ്രിയപ്പെട്ട ഇനിയും വരാത്തവരെ, ഇതൊന്ന് അറിഞ്ഞു നോക്കൂ എന്നുള്ള വിനയത്തോടു കൂടിയിട്ടുള്ള പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത് എന്നർത്ഥമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ
അപായകരമായ സൂചനകളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. ഡ്രൈ ഡ്രങ്ക് സിംറ്റത്തെ അഥവാ മദ്യപിക്കാതെ മദ്യപാനത്തിന്റെ ലക്ഷണങ്ങൾ പുറത്തുവിടുന്ന വ്യവഹാരത്തിന്റെ തിരിച്ചറിവിൽ നിന്നാണ് അമിത മദ്യാസക്തരുടെ സുബോധാവസ്ഥയെ ഉറപ്പുവരുത്തുന്നത്. അത് വേട്ടയാടുന്ന നായ്ക്കളാണെങ്കിൽ, അത് നിങ്ങളെ വീഴ്ത്തുവാൻ ഉദ്ദേശിക്കുന്ന അമ്പുകളാണെങ്കിൽ, കൂരമ്പുകളാണെങ്കിൽ, ആ കൂരമ്പിൽ നിന്ന് മാറി നിൽക്കുവാൻ, വേട്ടനായ്ക്കളുടെ കടിയിൽ നിന്ന് മാറി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ഇതാ എത്തേണ്ട വഴിയിൽ എത്തി എന്നുള്ളത് തന്നെയാണ്. ഇനി ആ വഴിയിൽ നിങ്ങൾ നടന്നു നീങ്ങുക, നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അപ്പോൾ പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങൾ നിയന്ത്രിക്കുന്നത് വൈദ്യചികിത്സയിലാണ്. പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വൈദ്യശാസ്ത്രമായ ചികിത്സ സഹായകരമായേക്കും. കുടി നിർത്തുമ്പോഴുണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങളെ നിയന്ത്രിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് വഴികളുണ്ട്. ഒരു പരിധിവരെ കുറച്ചു കാലത്തേക്കെങ്കിലും മദ്യത്തെ ഉപേക്ഷിക്കുന്നതിന് അത് അവർ സഹായിക്കുകയും ചെയ്തേക്കും. എന്നാൽ കുടി നിർത്തിയ മനുഷ്യരുടെ സുബോധാവസ്ഥ നിലനിർത്തുന്നതിന് അതുകൊണ്ട് സാധിക്കണമെന്നില്ല. അത് സാധിക്കുന്നതിനാണ് 12 പടികളും 12 പാരമ്പര്യങ്ങളും ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ട് ഇനിയും വരാത്തവരോട് പറയുന്നത്, നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളത്. അവർ ലളിതമായി പറയുന്നു നിങ്ങളോട്, നിങ്ങൾ ഒഞ്ഞിരിഞ്ഞു നിൽക്കുക ആദ്യത്തെ മദ്യപാനത്തോട്. ഇനിയുള്ള മദ്യപാനത്തിലുള്ള ആദ്യത്തെ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുക. ജീവിതകാലം മുഴുക്കെ കുടിക്കേണ്ടതില്ല എന്നുള്ള ശപഥം ചെയ്യേണ്ടതില്ല. ഇനി ജീവിതകാലം മുഴുക്കെ ഇനി കുടിക്കുകയില്ല എന്നുള്ള ശപഥം ഇനി ചെയ്യേണ്ടതില്ല. മറിച്ച് ഇന്ന് ഞാൻ മദ്യപിക്കുന്നില്ല, 1 day at a time, ഞാൻ ഒരു ദിവസം ഒരു നേരം ഞാൻ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് അതുകൊണ്ട് തന്നെ ഇനിയും വരാത്തവരോട് പറയുന്നത്, നിങ്ങൾ കഠിനമായ യത്നങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് തന്നെയും ആദ്യത്തെ ലളിത മാർഗങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുബോധാവസ്ഥയുടെ ഗോപുരങ്ങളിൽ, പ്രത്യാശയുടെ ഗോപുരങ്ങളിൽ എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ്. ഇത് നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നവരുടെ കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. നാം ഒരിക്കലും നിർത്തുകയില്ല എന്ന് വിചാരിക്കുന്ന പലരും AA മാർഗത്തിലെത്തുമ്പോൾ കുടി നിർത്തുന്നുണ്ട്. ഇനി ഒരിക്കലും മദ്യമുക്തി സാധ്യമല്ലാത്ത തരത്തിൽ സങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങളിൽ പെട്ടുകഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്ന ചിലർ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മാർഗത്തിൽ വന്ന് അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഈ അത്ഭുതകരമായ മാറ്റത്തെ തിരിച്ചറിയാനെങ്കിലും നിങ്ങൾ ഒന്ന് കടന്നു നോക്കുക ഈ മുറിയിലേക്ക്. അവർ വട്ടത്തിലിരുന്ന് സംസാരിക്കുന്നു, കഴിയുന്നതും ഒരു സർക്കിളിൽ ഇരുന്ന് സംസാരിക്കുന്നു, കഴിയുന്നതും അവരിൽ തുല്യത ഉണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. ഒരു വട്ടത്തിൽ ഇരിക്കുമ്പോൾ ഒരാളും അപ്രധാനിയല്ല, ഒരാളും വേണ്ടാത്തവരല്ല. ഒരു സർക്കിളിൽ ഇരിക്കുമ്പോൾ, ഒരു വട്ടത്തിൽ ഇരിക്കുമ്പോൾ ഒരാളും മേന്മയുറ്റ ആളല്ല, ഒരാളും നേതാവല്ല. പാർട്ടിസിപ്പേറ്റിംഗ് ലീഡർ എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ തുല്യ പങ്കാളിത്തത്തോടുകൂടെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ വട്ടത്തിലിരിക്കുന്ന എല്ലാ ആളുകളും നേതാക്കന്മാരാണ് എന്ന് വരുന്നു. ചിലർ നയിക്കുവാൻ മാത്രമുള്ളവരാണ് എന്നുള്ളത്, ചിലർ ഏകാധിപത്യവാദികളായി നയിക്കുവാൻ തയ്യാറാണ് എന്നുള്ളത്, അതിനുവേണ്ടിയുള്ളവരാണ് എന്നുള്ളത് സാധാരണ മറ്റ് സംഘടനകളിലുണ്ടെങ്കിൽ ആൽക്കഹോളിക്സിന്റെ കൂട്ടായ്മയിൽ ആരും അപ്രധാനികളല്ല, ആരും അമിത പ്രാധാന്യമുള്ളവരുമല്ല, എല്ലാവരും തുല്യരാണ്. ഈ തുല്യതയിൽ നിന്നാണ് ഒരു സർക്കിളിൽ തങ്ങളുടെ ആശയങ്ങളും തങ്ങളുടെ അനുഭവങ്ങളും പങ്കുവെക്കുന്നത്. കഴിയുന്നതും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സംഘങ്ങൾ ഒരു വൃത്തത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് കൂടിയാണ് കൂടുതൽ ആളുകൾ വരുമ്പോൾ നിങ്ങൾ പുതിയൊരു ഗ്രൂപ്പിലേക്ക് മാറുക എന്നുള്ള നിർദ്ദേശം വെക്കുന്നത്. അംഗബലമല്ല ഇവിടുത്തെ പ്രാധാന്യം, അംഗങ്ങളുടെ പരിശുദ്ധിയുടെ തീവ്രതയാണ് ഇവിടുത്തെ പ്രധാനം. എണ്ണമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, മറിച്ച് ഉള്ളവരുടെ മേന്മയായിട്ട് ജീവിതമാണ് പ്രധാനം. അത് ഒരു വൃത്തത്തിലിരിക്കുമ്പോൾ ആ വൃത്തത്തിലിരിക്കുന്ന എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിൽ പ്രദാനം ചെയ്യാനും സ്വീകരിക്കുവാനും സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ നേതൃത്വ നിരയിൽ നിന്നുള്ള കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ നിന്നല്ല, മറിച്ച് അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്നാണ് എന്നുള്ളത്. ഞാൻ ഇങ്ങനെയാണ് സുബോധാവസ്ഥ നിലനിർത്തുന്നത്. ഞാൻ ഇപ്പോഴും അമിതമദ്യാസക്തരുടെ കൂട്ടത്തിൽപ്പെടുന്നു. ഞാൻ ഏത് നിമിഷവും കുടിക്കുവാൻ പോകുന്ന ആളാണ്. ആ ഏത് നിമിഷവും കുടിക്കാൻ പോകുന്നു എന്നുള്ളത് അപായ സൂചനകളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ വേണ്ടത് ചെയ്ത് വേണ്ടാത്തത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഈ മുന്നറിയിപ്പ് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് ഒരു സംഘത്തിൽ ഇരിക്കുന്ന പരസ്പരം എല്ലാ ആളുകളുടെയും മുഖവും വാക്കും നമുക്ക് മുന്നോട്ട് നോക്കി കാണുവാൻ സാധിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസ് അതുകൊണ്ട് തന്നെ ഇനിയും വരാത്തവരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഒരു കൗൺസിലിങ്ങിന് പോകുന്നുള്ള ആളാണെന്ന് വിചാരിക്കുക. എല്ലാ ആളുകൾക്കും കൗൺസിലിംഗ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ കൗൺസിലിംഗ് വളരെ ശാസ്ത്രീയമായ ഒരു രീതിയായതുകൊണ്ട്, ഉപദേശമല്ലാത്തത് കൊണ്ട്, സ്വകാര്യത വെളിപ്പെടുത്തി നിങ്ങളുടെ കോൺഫിഡൻഷ്യാലിറ്റി, അനോണിമിറ്റി നശിപ്പിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കൗൺസിലറുമായിട്ടുള്ള ബന്ധം മുറിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഞാൻ കൗൺസിലറെ കാണാതിരിക്കുന്നത്? ഞാൻ അത് ഇനി ശക്തയായി എന്നുള്ള തീരുമാനത്തിൽ നിന്നാണെങ്കിൽ അതൊരു തെറ്റായ കാര്യമാണ്. കാരണം മദ്യത്തിന് മുന്നിലുള്ള അശക്തി നിങ്ങൾ മരിക്കുന്നത് വരെ തുടരുമെന്നുള്ളത് കൊണ്ട് അനുഭവജ്ഞാനങ്ങളിലൂടെ അറിയിക്കുന്നത് അതാണ് എന്നർത്ഥം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ആ കുറ്റം പറച്ചിൽ ഇനിയും വരാത്തവരെ ഉണ്ടാക്കുന്നതിൽ കാരണമായി തീരുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ പരസ്പരം കുറ്റം പറയലില്ല. മറ്റുള്ളവരുടെ പഴിചാരലുകൾ കേൾക്കേണ്ടതില്ല എന്നുള്ളത് പോലെ തന്നെ മറ്റുള്ളവരെ പഴിചാരേണ്ടതുമില്ല. മറ്റുള്ളവരെ പഴിചാരുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് എത്താത്തവരുടെ, അതിന്റെ യഥാർത്ഥ മാർഗത്തിൽ എത്താത്തവരുടേതാണ്. അതുപോലെ തന്നെയാണ് പടികളുടെ കാര്യത്തിലുള്ള പല മാർഗങ്ങളും ഉള്ളത്. പടികളുടെ മാർഗത്തിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അനോണിമിറ്റി എന്ന് പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആളുകളായി മാറുന്നവർ ബാഡ്ജോ തൊപ്പിയോ അല്ലെങ്കിൽ അതിന്റെ ടോക്കണോ കുത്താതെ തന്നെ അതിന്റെ നേതാക്കന്മാരായി നടക്കുന്നവർ ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ട. സാമ്പത്തികമായ ഇടപെടലുകൾ കൊണ്ട് കലുഷിതമാക്കുന്ന പ്രവൃത്തിയുള്ളവർ ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ട. ആൽക്കഹോളിക്സ് അനോണിമസ് ധനസമ്പാദനത്തിനുള്ള മാർഗമല്ല. ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങളുടെ നഷ്ടപ്പെട്ട സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടെടുക്കുവാനുള്ള ഏർപ്പാടല്ല. നിങ്ങളുടെ പണം കുറെ പോയി, നിങ്ങൾ കച്ചവടത്തിൽ പൊളിഞ്ഞു, നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, നിങ്ങൾ മദ്യപിച്ച് നിങ്ങൾ ഒരുപാട് പണം ചെലവഴിച്ചിരിക്കുന്നു, നിങ്ങളുടെ പണം മറ്റുള്ളവർ കട്ടുകൊണ്ടുപോയി, നിങ്ങൾ അറിഞ്ഞുകൊണ്ടുപോയി. ഈ പണം, സമ്പത്ത്, നഷ്ടപ്പെട്ട അഭിമാനം പോലും വീണ്ടെടുക്കുവാനുള്ള മാർഗമല്ല, അതിനുള്ള മാർഗമല്ല ആൽക്കഹോളിക്സ് അനോണിമസ്. പലരും നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കുവാൻ ആൽക്കഹോളിക്സ് അനോണിമസിനെ മാർഗമാക്കാറുണ്ട് എന്നുള്ളത് നാം നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ കാണാറുണ്ട്. പണം ഉണ്ടാക്കുവാനുള്ള നേരായ മാർഗത്തിലൂടെയല്ല, ചീത്തയായ മാർഗത്തിലൂടെ ഉണ്ടാക്കുവാനുള്ള വഴികൾ തേടുന്നവർ ആൽക്കഹോളിക്സ് അനോണിമസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന രോഗാണുക്കളാണ്. ഈ രോഗാണുക്കളെ തിരിച്ചറിയുന്നതിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ യഥാർത്ഥ മാർഗങ്ങൾ കാരണമായി തീരുന്നുണ്ട്, വഴിവെക്കുന്നുണ്ട് എന്നർത്ഥം. ആരാണ് നിങ്ങളുടെ സംഘത്തിൽ പണപരമായ ഇടപെടലുകൾ നടത്തുന്നത്? 2 AA-കാരൻ ഒരു ബിസിനസ് പോലും തുടങ്ങരുത് എന്നുള്ളത് ചില നിർദ്ദേശങ്ങളുടെ ഭാഗമായി പഴമക്കാർ പറയാറുണ്ട്. അഥവാ നിങ്ങൾ മദ്യപിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട സാമ്പത്തികാവസ്ഥ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സംഘം ചേർന്നാൽ എന്ത് അപകടകരമാണ് അമിതമദ്യാസക്തരുടെ ഈ യാത്ര. നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട്. ഇനിയും നാം ആരെ കാത്തിരിക്കുന്നുവോ
ആ കാത്തിരിക്കുന്നവർ വരാത്തതിനും ഇത് കാരണമായി തീരുന്നുണ്ട് എന്നർത്ഥമുള്ളത്. വരേണ്ടവരാണവർ, സുബോധാവസ്ഥയിലേക്ക് നടക്കേണ്ടവരാണവർ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചില സേവകർ എന്ന് നടിക്കുന്ന ചില ആളുകൾ തെറ്റായ നേതൃത്വ നിരയിലേക്ക് നീങ്ങിക്കൊണ്ട് തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ധനസമ്പാദനത്തിന്റെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ വരാനിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു തടസ്സമായി മാറുന്നു എന്നുള്ളത്. അഥവാ ഞാൻ പറയുന്ന ഒരു കാര്യം ലളിതമാണ്. ഇനിയും വരാത്തവർക്കായി എന്ന് നാം പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കാരണക്കാരാണോ? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവരെയാണ് ഞാൻ നമ്മൾ എന്നുള്ള വാക്കുകൊണ്ട് എല്ലായിടങ്ങളിലും വിവക്ഷിക്കുന്നത്. നമ്മൾ എന്നുള്ളത് എയുടെ കൂട്ടർ എന്നുള്ളത്. എയുടെ കൂട്ടർ ചെയ്യുന്ന പ്രവൃത്തികൾ ചിലരെ വരാതിരിക്കുവാൻ കാരണമാക്കി തീർക്കുന്നുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന ചിലർ പറയാറുണ്ട്, ഞാനിപ്പോൾ സംഘത്തിൽ ഗ്രൂപ്പിൽ പോകാറില്ല, കാരണം ഗ്രൂപ്പിന്റെ വഴി എന്റെ വിനാശത്തിലേക്കുള്ള വഴിയായി തീരുമോ എന്ന ഭയമുണ്ട് എന്നുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വഴി വിനാശത്തിൻ്റെതല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മാർഗം ദുരന്തങ്ങളുടേതല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വഴി സുബോധാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളത് മാത്രമാണ് എന്നർത്ഥം. അതുകൊണ്ട് കൗൺസിലറുമായുള്ള ബന്ധം വിച്ഛേദിക്കുക, തിന്മകളുടെ പ്രവൃത്തികളിലേക്ക് വ്യാപരിക്കുക, സംഘബലം കൂട്ടാൻ ശ്രമിക്കുക, സാമ്പത്തികമായ വ്യവഹാരങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി അംഗങ്ങളെ ഉപയോഗിക്കുക, അംഗങ്ങളുമായി ബന്ധപ്പെടുക എന്നുള്ളതൊക്കെയും തന്നെയും ഇനിയും വരാത്തവർക്കുള്ള ദുർസന്ദേശങ്ങളാണ്. ഇനിയും വരാത്തവർക്കുള്ള പ്രവേശന സ്വാഗതമല്ല, മറിച്ച് അവരുടെ വരവിനുള്ള തടസ്സങ്ങളാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ചില അപായ ഘട്ടങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തകർ എന്ന് നടിക്കുന്നവർ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അന്തകരായി തീരുന്നുണ്ട് എന്നുള്ളതാണ്. കാലം അത് തിരിച്ചറിയും. കാരണം 1935 ആരംഭിച്ച കൂട്ടായ്മ പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് അതിൻ്റെ സത്യത്തിൻ്റെയും യാഥാർത്ഥ്യബോധത്തിൻ്റെയും പ്രയോജനപരതയുടെയും മാർഗം കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നുണ്ടെങ്കിൽ അതല്ല പുതുതായി വരുന്നവർക്ക് ആവശ്യം. പുതുതായി വരുന്നവർ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ആകർഷണമാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ആകർഷണീയമായിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, നിങ്ങളുടെ പെരുമാറ്റം ആകർഷണീയമായി തീരുകയാണെങ്കിൽ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വഴിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇനിയും വരാത്തവർക്കായി കാത്തിരിക്കുന്നു എന്നർത്ഥം. മറിച്ച് ഇനിയും വരാത്തവരെ ഒരു കാലത്തും വരാത്തവരായി തീർക്കുവാനുള്ള തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അപകടങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, എണ്ണത്തിൽ കുറഞ്ഞവരാണെങ്കിൽ പോലും അവർക്കുള്ള താക്കീത് കൊടുക്കേണ്ടുന്നത്, അവർക്കുള്ള ഒരർത്ഥത്തിൽ ശിക്ഷ കൊടുക്കേണ്ടുന്നത് യഥാർത്ഥ മാർഗം പുൽകിക്കൊണ്ട് എയുടെ അംഗങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് നിലനിൽക്കുമ്പോഴാണ്. ലോകത്തിന്റെ ചില ഭാഗങ്ങളിലെങ്കിലും ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് മെല്ലെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മൂക്കയറിടേണ്ടുന്നത് എയുടെ യഥാർത്ഥ മാർഗം വെച്ച് പുലർത്തുന്നവർ തന്നെയാണ്. എയുടെ യഥാർത്ഥ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവണതകളെ ആരംഭത്തിൽ തന്നെ നുള്ളി നോക്കേണ്ടുന്നത്. ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ജീവിതവും കളങ്കപ്പെടുകയും അവരുടെ ജീവിതം മറ്റുള്ളവരെ കളങ്കപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതിൽ വലിയ സംശയിക്കാനൊന്നുമില്ല. കാത്തിരിപ്പ് രണ്ടുപേർക്കും അത് തിരിച്ചറിയാനുള്ള മാർഗം നൽകുന്നു എന്നർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ആൽക്കഹോളിക്സ് അനോണിമസ് പലരെയും കാത്തിരിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് അമിതമദ്യാസക്തിയുടെ നിയന്ത്രിക്കാനാവാത്ത ആർത്തിയെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളത് നിൽക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് അപായ സൂചനകളെ തിരിച്ചറിയുവാനുള്ള വഴി നൽകുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ്
വ്യവഹാരമാറ്റത്തെ അറിയുന്നതിനും അതിൻ്റെ നന്മകളിൽ, അതിൻ്റെ നല്ലതുകളിൽ മുന്നോട്ട് പോകുന്നതിനും സഹായിക്കുന്നു. താൻ ചെയ്യുന്ന അബദ്ധങ്ങളെ ന്യായീകരിക്കാതിരിക്കുവാൻ ആൽക്കഹോളിക്സ് അനോണിമസിന് സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആത്മവിശകലനം നടത്തിക്കൊണ്ട് തൻ്റെ മാർഗം ഒരു സതുദ്ദേശത്തിന്റെ മാർഗമാണോ എന്ന് തിരിച്ചറിയുവാൻ ആൽക്കഹോളിക്സ് അനോണിമസ് നൽകുന്നുണ്ട്, അറിവ് നൽകുന്നുണ്ട്. ആ അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് പുതുമക്കാരെ കാത്തിരിക്കുന്നത്, ഇനിയും വരാത്തവരെ കാത്തിരിക്കുന്നത്. അവരാകട്ടെ സഹായം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് വരുന്നവരാണ്. സഹായത്തിന് വഴി നൽകുന്നതിന് പകരം, സഹായത്തിന്റെ കരങ്ങൾ നീട്ടുന്നതിന് പകരം അവരെ ഉൾക്കയങ്ങളിലേക്ക് വീണ്ടും തള്ളി നീക്കുന്നതാണ് ചെയ്യുന്നതെങ്കിൽ കാലം പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതിൽ സംശയമില്ല. കാലം അതിനെ ചോദ്യം ചെയ്യുമെന്നുള്ളതിലും സംശയമില്ല. സംഘടിതമായ ഇത്തരത്തിലുള്ള പ്രവണതകളെ വ്യക്തികളുടെ സുബോധത്തിന്റെ പ്രകാശം കൊണ്ട് തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോഴാണ് പുനർജനി സാധ്യമാകുന്നത്. ഓരോ അമിതമദ്യാസക്തനും പുനർജനി കാത്തിരിക്കുന്നു. ആ പുനർജന്മം എന്ന് പറയുന്നത് ആത്മീയമായ തിരിച്ചറിവിൻ്റെതാണ്, സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെതാണ്. ആ സ്പിരിച്വൽ അവേക്കണിങ് ആണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വഴി കയറി ആളുകൾക്ക് സുബോധാവസ്ഥയിലേക്ക് എത്തുവാനുള്ള വഴി നൽകുന്നത്. ഇവിടെ ഈ മുൻകരുതൽ കൂടി എടുക്കുന്നവരാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തകരെന്നുള്ള അറിവ് നൽകുന്നത് കൊണ്ടാണ് ഇനിയും വരാത്തവർക്കായി കാത്തിരിക്കുന്നത്. ഇനിയും വരാത്തവർക്കായി കാത്തിരിക്കുന്ന അനുഭവങ്ങളുടെ ശക്തിയും പ്രത്യക്ഷയും അനുഭവങ്ങളുടെ ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ അമിതമദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിന് പരിഹാരം കാണുവാൻ സാധിക്കുന്നു എന്നുള്ളത്. അനുഭവങ്ങളുടെ ശക്തി, പ്രതീക്ഷയുടെ മായികത, ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വഴി പലർക്കും ശാന്തിയുടെ മാർഗമായി, സ്വസ്ഥതയുടെ മാർഗമായി, സുബോധാവസ്ഥയുടെ വഴിയായി മാറുന്നത് എന്നർത്ഥം. പരിഹാരം കാണാൻ കഴിയുന്നു പ്രശ്നങ്ങൾക്ക്. അമിതമദ്യാസക്തി എന്ന രോഗത്തിന് പരിഹാരം കാണാൻ കഴിയുന്നു. മറ്റുള്ളവരെ മോചിതരാക്കുവാനുള്ള സന്ദേശവുമായി അത് തീരുന്നു. മറ്റുള്ളവരെ സുബോധാവസ്ഥ നിലനിർത്തുവാനുള്ള ഒരു ചെറുകൈ സഹായമായി അത് വർത്തിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ കാര്യം ഉടനെ തന്നെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരംഗം പെട്ടെന്ന് മറ്റുള്ളവർക്ക് ആകർഷക വ്യക്തിത്വമുള്ള ആളായി മാറുന്നുണ്ട്. ഈസി ഡു ഇറ്റ്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത്, ഫസ്റ്റ് തിങ് ഫസ്റ്റ് എന്നുള്ളത് ഒക്കെയും തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത് അമിതമദ്യാസക്തരുടെ മാർഗം ലളിത മാർഗമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആരെങ്കിലും എക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ ലാളിത്യമാണ് മുന്നോട്ട് കാണിക്കേണ്ടുന്നത്. സങ്കീർണതയുടെയോ ദുഷ്ചെയ്തികളുടെയോ മാർഗമല്ല, സംഘടിത മാർഗമല്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് മൗനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ന് പറയുന്ന ഒരു ശക്തി പ്രകടനമില്ല. ഞാൻ എന്ന് പറയുന്ന ഒരവസ്ഥയേ ഉള്ളൂ. ആ ഞാനിൽ നിന്നാണ് സംഘത്തിന്റെ ശക്തി ഉണ്ടായിത്തീരുകയും ചെയ്യുന്നത് എന്നർത്ഥം. ഇത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. കാരണം ലോകത്ത് എന്ന് ലഹരി പദാർത്ഥങ്ങൾ പ്രയോഗത്തിൽ വന്നോ അന്ന് തൊട്ട് അതിന് കീഴടങ്ങുന്നവരുമുണ്ട്. ഈ രോഗത്തിന് കീഴടങ്ങി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാശ്രമവും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ ചികിത്സാശ്രമങ്ങളൊക്കെ പരാജയപ്പെടുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് ശക്തിയുടെ മാർഗമായി തീരുന്നു എന്നുള്ള അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇനിയും വരാത്തവർക്കായി നമ്മൾ കാത്തിരിക്കുന്നത്. ഇനിയും വരാത്തവർക്കായി പ്രതീക്ഷയോടുകൂടെ, പ്രത്യാശയോടുകൂടെ നമ്മൾ കാത്തിരിക്കുന്നത്. അതിനനുസൃതമായ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത്, സുബോധാവസ്ഥയുടെ മാനസികാവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ മാർഗത്തിലേക്ക് ഞാൻ അതനുഭവിച്ച ആളുകളുടെ വേദനയും സന്തോഷവും തിരിച്ചറിയുവാൻ സാധിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക്
ഇനിയും വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും വരാത്തവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇനിയും വരാത്തവർക്ക് വേണ്ടി ഇതാ പരിശുദ്ധിയുടെ മാർഗം നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് എൻ്റെ അപഗ്രഥന മനസ്സ് പറഞ്ഞ കാര്യം ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ വെളിപ്പെടുത്തലുകൾ സുബോധാവസ്ഥയുടെ മാർഗങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ളവരുടെ ചുറ്റുവട്ടത്തെ നിരീക്ഷിക്കുകയും അവർ ജീവിക്കുന്ന ജീവിതത്തിന്റെ മധുരോദാത്തത വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഈ അമിതമദ്യാസക്തരെ സഹായിക്കുവാൻ കുടുംബത്തിനും പലതും ചെയ്യാൻ സാധിക്കും. നിഷേധവും നിരാകരണവും നടത്തി അമിതമദ്യാസക്തരെ കൈയൊഴിഞ്ഞിട്ടുള്ളവർ നാം ഇനിയും വരാത്തവർക്കായി കാത്തിരിക്കുന്നതിന് അറിവ് നൽകുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ നിരാകരണമല്ല, സ്വീകരണമാണ് പ്രധാനം. കുടുംബം ചെയ്തത് ഉപേക്ഷിക്കലാണ്, കുടുംബം ചെയ്തത് ശിക്ഷിക്കലാണ്, കൂട്ടുകാർ ചെയ്തിട്ടുള്ളത് ഒറ്റപ്പെടുത്തലാണ്. ഇനിയും വരാത്തവരോട് പറയാനുള്ളത് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയല്ല, നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സുദൃഢമായിട്ടുള്ള ഒരു ചുറ്റുവട്ടത്തെയാണ് നൽകുന്നത്. സുരക്ഷിതമായിരിക്കുന്ന ഒരു അവസ്ഥയെയാണ് നൽകുന്നത്. ആ സുരക്ഷിതത്വം നിങ്ങളുടെ ശാരീരികമായ സുരക്ഷിതത്വത്തെക്കാളേറെ സാമൂഹികമായ സുരക്ഷിതത്വമാണ്. നിങ്ങൾ അമിതമദ്യാസക്തിയുള്ളവരായി തീർന്നപ്പോൾ ചെയ്തിരിക്കുന്ന അസാമൂഹികമായിരിക്കുന്ന സാമൂഹികമല്ലാത്ത കാര്യങ്ങളെ പിന്തുടരാനല്ല അത് വഴിവെക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇനിയും കാത്തിരിക്കുന്നവരോട് നമ്മൾ ഇതാ പറയുന്നത്, കുടുംബക്കാരെ, നിങ്ങളെയും ഞങ്ങൾ കാത്തിരിക്കുന്നു. സാമൂഹിക സഹായം ചെയ്ത സുഹൃത്തുക്കളെ, നിങ്ങളെയും ഞങ്ങൾ കാത്തിരിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിലനിൽപ്പിന് അമിതമദ്യാസക്തർ മാത്രമല്ല, മദ്യപിക്കാത്തവരും ആവശ്യമുണ്ട്, മദ്യത്തിന്റെ വേദനകൾ അറിഞ്ഞവരും ആവശ്യമുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വളർച്ചയിൽ മദ്യം ഒരു തുള്ളി പോലും എടുക്കാത്ത ആളുകളുടെ സഹായവും സഹകരണങ്ങളും വലിയ വിജയമുണ്ടാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. എയുടെ അംഗങ്ങൾ അവരോട് എപ്പോഴും നന്ദിയുള്ളവരാണ്. എയുടെ അംഗങ്ങൾ ഈ സഹായത്തിന് ഒരു ലാഭവും ഇച്ഛിക്കാതെ, ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ എയോടൊപ്പം നടന്നിട്ടുള്ള നോൺ ആൽക്കഹോളിക്കുകളോട് ഏത് തരത്തിലുള്ള നന്ദിയാണ് വെച്ചു പുലർത്തുന്നത്, സന്തോഷമാണ് വെച്ചു പുലർത്തുന്നത്, ആദരവാണ് വെച്ചു പുലർത്തുന്നത് എന്ന് തിരിച്ചറിയാൻ ഇതാ ഇനിയും വരാത്തവർ മനസ്സിലാക്കുവാൻ വഴിയേകുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മദ്യത്തെ ഉപേക്ഷിക്കുന്നവർ മാത്രമല്ല, മദ്യപിക്കാത്തവരും ആൽക്കഹോളിക്സ് അനോണിമസിന് ആവശ്യമുണ്ട്. ഈ കൂട്ടരെയും കാത്തിരിക്കുന്നുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രതികരണങ്ങൾക്ക് കൂടെയുള്ള സമയം ബാക്കിയിരിപ്പുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് വിനയത്തോടെ ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ശ്രോതാക്കളായി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയതല്ല, എൻ്റെ ചുറ്റുവട്ടം എനിക്ക് നൽകിയതാണ് എന്നുള്ള അറിവുള്ളത് കൊണ്ട് നിങ്ങളോടൊപ്പമുള്ള സഞ്ചാരവും ഇതാ 3-ാം വർഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മിഡ്നൈറ്റ് ഗ്രൂപ്പിനോടൊപ്പമുള്ള സഞ്ചാരവും 3-ാം വർഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതിലുള്ള അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.